16-ാമത്തെ ജുസ് ആണ്. സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ 3 പേജും സൂറത്ത് മറിയം താഹ, ഈ 3 സൂറത്തുകളാണ് ഇതിൽ. അതായത് 2 സൂറത്തും പിന്നെ കഹ്ഫിലുള്ള 3 പേജും. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഖിളർ അലൈഹിസ്സലാമിൻ്റെയും സംഭവം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ബനി ഇസ്രായേൽ ഏറ്റവും അറിവുള്ള ആരാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് സ്വാഭാവികമായൊരു മറുപടി ഞാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, 100% ശരിയാണ്. എന്നാൽ അദ്ദേഹം പറയേണ്ടിയിരുന്നത് അതിന് അള്ളാഹുലേക്ക് ചേർത്ത് പറയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പം സൂറത്തുൽ കഹ്ഫിൻ്റെ പ്രധാനമായിട്ടും ഈ ഒരു കാര്യമാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. തുടക്കത്തിലൊരു സംഭവമുണ്ട്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം യഹൂദികൾ ചോദിക്കുകയാണ്. ചില സംഭവങ്ങൾ മുൻകഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം, നാളെ വഹി വരും എന്ന പ്രതീക്ഷയിൽ ഞാൻ നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ അത് അള്ളാഹുലേക്ക് ബരമേൽപ്പിച്ചില്ല. വഹി കുറേ ദിവസം താമസിച്ചു. തങ്ങൾക്ക് പ്രയാസം ഉണ്ടായി. കാരണം പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുന്നിടത്തേക്ക് കൊണ്ടെത്തിക്കൂലേ. അപ്പോൾ ചെറിയൊരു കാര്യമല്ലേ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ. എന്നാൽ ഉയർന്ന ഈമാനുള്ളവർക്ക് അവർ എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ ബരമേൽപ്പിച്ചുകൊണ്ടും അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടൊക്കെ ചെയ്യണം. ഇത് സാധാരണ നമ്മളിന്ന് സംഭവിക്കാൻ വളരെയധികം ചാൻസുള്ളൊരു പിഴവാണ്. ഉദാഹരണത്തിന് ഒരു കട ഉണ്ടെന്ന് കരുതുക, ഒരു മേഖലയിൽ എക്സ്പെർട്ടൈസ് ഉണ്ട്, ഒരു 4 ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. 5ാമത്തെ ബ്രാഞ്ചിൻ്റെ ആൾ പ്രപ്പോസൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് എന്താ വരിക, നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡാണ്, നമുക്ക് തുടങ്ങാൻ പറ്റും, നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് ഇൻഷാ അല്ലാഹ് 4എണ്ണത്തിൽ അള്ളാഹു സഹായിച്ചതുപോലെ അള്ളാഹു 5ാമത്തേൽ സഹായിക്കും. ഇങ്ങനെയാണ് ഒരു മുഅ്മിൻ ചിന്തിക്കേണ്ടത്. അപ്പം ഇത് എല്ലാ സ്ഥലങ്ങളിലും എവിടെയെങ്കിലും നമ്മൾ വലുതാണ് എന്ന് കരുതുമ്പോൾ അള്ളാഹു താല നല്ല ഈമാനുള്ളവരാണെങ്കിൽ അവർക്ക് അപ്പം തന്നെ കാണിച്ചു കൊടുക്കും, നിങ്ങളൊന്നുമല്ലെന്ന് കാണിച്ചു കൊടുക്കും, നിങ്ങളെ കൊണ്ടെല്ലാം നടക്കുന്നെന്നുള്ളത് കാണിച്ചു കൊടുക്കും. എത്രയോ ബുദ്ധിയുള്ള എത്രയോ കഴിവുള്ള ആളുകളുണ്ട്, അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. എന്നാൽ എത്രയോ ആവറേജ് ആളുകളുണ്ട്, അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ 50 പേര് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കണക്കൂട്ടിയതുപോലെ ആയിരിക്കില്ല ഇന്ന് അവരുടെ സ്ഥിതിഗതികൾ ഉണ്ടാവുക. ഏറ്റവും ബാക്കിൽ ബെഞ്ചിലിരുന്ന് ഒന്നും പഠിക്കാതെ മാപ്പിളപ്പാട്ടൊക്കെ പാടി ബെഞ്ചിൽ മുട്ടിയുന്ന കുട്ടിയുടെ ഇന്ന് വലിയ കോടീശ്വരനായിരിക്കും. മുമ്പിൽ നല്ല ടൈയൊക്കെ ഇട്ട് വെള്ള ഷൂസ് ഇട്ട് ഇൻസൈഡ് ആക്കിയിട്ട് പോയ ആൾക്കാരുണ്ടാവും ഇന്ന് പണി കിട്ടാതെ ഇടങ്ങാറാകുന്നുണ്ടാവും. ടീച്ചർമാരൊക്കെ പറഞ്ഞ മോനെ എനിക്ക് നല്ല ഭാവി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഓനിന്ന് ആവി ഇടുന്നുണ്ടാവും. അപ്പം ഇതാണ് അവസ്ഥ. മനുഷ്യൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഈമാനുള്ള ആളുകൾ അള്ളാഹുൽ ബരമേൽപ്പിക്കേണ്ടതുപോലെ ബരമേൽപ്പിക്കാതിരുന്നാൽ വലിയ പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഒരു ഉത്തരം പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല ഒന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഖിളർ അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. അപ്പോൾ ഖിളർ അലൈഹി സ്വലാം എന്താ സംഭവം? നബിയാണോ വലിയാണോ എന്താണെങ്കിലും അള്ളാഹു തആല പല പ്രപഞ്ച രഹസ്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തൊരു വ്യക്തിയായിരുന്നു എന്നർത്ഥം. രണ്ടാമത് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ? 2 അഭിപ്രായമുണ്ട്. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ പറഞ്ഞു, ഇന്ന് ഈ സദസ്സിൽ ആരൊക്കെ ഉണ്ടോ ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഉണ്ടാകില്ല. അപ്പോൾ 100 കൊല്ലം കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചു പോകും എന്ന് പറയലല്ല ഇവിടുത്തെ ഉദ്ദേശം. ആരൊക്കെ 100 കൊല്ലം കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമെന്ന് പറയലല്ല ഉദ്ദേശം. ദുനിയാവ് നിസ്സാരമാണെന്ന് പറയലായിരുന്നു ഉദ്ദേശം. ഇന്ന് ഭൂമിയിലുള്ള ആരും അല്ലെങ്കിൽ ഇന്ന് ഈ സദസ്സിലുള്ള ആരും 100 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാകൂല എന്ന് പറഞ്ഞതുകൊണ്ട് എവിടെയോ ഉള്ള ഖിളർ അലൈഹി സ്വലാം മരിച്ചു എന്നർത്ഥം എന്ന് പറഞ്ഞവരുണ്ട്. ഇനിയെല്ലാം ഞങ്ങൾ സാധാരണ ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിനത് എക്സംഷനാണ് എന്ന് പറഞ്ഞവരുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ഒരു സംഘടനയും ആരെയും അത് ബാധിക്കാൻ പോകുന്നില്ല. എന്നാൽ ഇന്ന് ദൗർഭാഗ്യകരമായൊരു സാഹചര്യമാണ്. സംഘടനകൾ തമ്മിൽ അവരുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കാൻ നോക്കും. അപ്പം ഒരു കൂട്ടർ ഇപ്പം രാത്രിയാണെന്ന് പകർന്നാൽ അടുത്ത കൂട്ടറില്ല ഇപ്പം പകലാന്ന് പറയും. അതും ദീനും തമ്മിൽ ഒരാളുടെ ആശയമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് മാത്രമല്ല. ഉദാഹരണത്തിന് സുന്നി മുജാഹിദ് എന്ന സംഘടനയാണെന്ന് കരുതാം, സുന്നി അല്ലെങ്കിൽ സലഫി അല്ലെങ്കിൽ സൂഫി, അത് അവരുടെ ഐഡൻറ്റിറ്റിയായിട്ട് പോലും ബന്ധം ഉണ്ടാവില്ല. വേറൊരു രാജ്യത്തെ നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും വാദിക്കുന്നുണ്ടാവുക. എന്നാലും ഇവിടെ ഒരു കൂട്ടരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടർ പറയാണ് നടന്ന് ഹജ്ജിന് പോകാം എന്ന് പറഞ്ഞാൽ അടുത്ത കൂട്ടർ നടന്ന് പോകാൻ പാടില്ല എന്ന് പറയും. ദീനിൽ അനുവാദമുള്ള കാര്യമായിരിക്കും, അതിൻ്റെ പേരിൽ സംഘടന തിരിഞ്ഞ് തർക്കിക്കേണ്ട ആവശ്യമേ ഇല്ലായിരിക്കും. അപ്പം ഇത് ഒരു കൂട്ടരുടെ ആശയം പോലെയായി. ഇപ്പം ഖിളർ അലൈഹി സ്വലാം ജീവിച്ചിരിക്കും എന്നുള്ളത് ഒരു കൂട്ടരുടെ ആശയമാണ്, ഖിളർ അലൈഹി സ്വലാം മരിച്ചുപോയി എന്നുള്ളത് ഒരു കൂട്ടരുടെ ആശയമാണ്. യഥാർത്ഥത്തിൽ സ്വഹീഹ് മുസ്ലിമിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ ഖിളർ അലൈഹി സ്വലാമിനെ പറ്റിയുള്ള പരാമർശം അവിടെ ഈ 2 അഭിപ്രായം പരാമർശിക്കാറുണ്ട്. രണ്ടും പറഞ്ഞവരുണ്ട്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആശയമോ ഐഡൻറ്റിറ്റിയോ അല്ല. രണ്ടാമത് ആരെയും ബാധിക്കാൻ പോകുന്ന കാര്യമല്ല. ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഖിളർ അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേര് കരുതിയത് എന്തുകൊണ്ടാണ്? അസംഖ്യം ആളുകളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഖിളർ അലൈഹി സ്വലാമിനെ കണ്ടെന്ന്. അപ്പോൾ ഒരു കൂട്ടർ സുന്നികൾ വിശ്വസിക്കുകയാണ് ഈ പറഞ്ഞത് മുഴുവൻ ഔലിയാക്കളാണ്, മഹാന്മാരാണ്, അവരാരും കളവ് പറയില്ല, അതുകൊണ്ട് ഖിളർ അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്നുണ്ട്. വേറൊരു കൂട്ടർ പറയാണ് വെറുതെ പറയാണ്. അപ്പം ഇബ്നു തൈമിയ്യ അതിൻ്റെ ഇടയിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, ഇത്രയും ആൾക്കാർ കണ്ടു എന്ന് കളവ് എന്തായാലും പറയില്ലല്ലോ, ഏതോ ആശയം ആയിക്കോട്ടെ, കളവ് എന്തായാലും പറയില്ലല്ലോ, അവരൊക്കെ കണ്ടത് ജിന്നിനെ ആയിരിക്കും എന്ന് പറഞ്ഞു.
അപ്പോൾ വിഷയം വെറുതെ തോണ്ടിയപ്പോൾ ഒന്നും കൂടെ കോംപ്ലിക്കേറ്റഡായി. അപ്പോൾ ഇത്രയും ആൾക്കാർ കണ്ടതെന്താണെന്ന് വെച്ചാൽ ജിന്നിനകത്ത്. അപ്പം ജിന്ന് ഈ പരിസരത്തൊക്കെ എങ്ങനെ ഞാൻ ഹിദറാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് അർത്ഥം. ഈ വിഷയത്തെ വിട്ടിരുന്നെങ്കിൽ അതതിൻ്റെ വഴിക്ക് പോയനെ. അപ്പോൾ ആകെയുള്ള എന്താ സംഗതി, ഖിദർ അലൈഹിസ്സലാം എന്തായാലും ഒരു പ്രത്യേക വ്യക്തിയായിട്ടാണല്ലോ മൂസാ നബി അലൈഹി സ്വലാം കാണുന്നത്. എവിടെയോ അള്ളാഹു തആല പറഞ്ഞു കൊടുത്ത സ്ഥലം തന്നെ എങ്ങനെയാണ്, നിങ്ങളൊരു വഴിക്ക് പോകണം, ആ മത്സ്യത്തെ എവിടെ നഷ്ടപ്പെടുന്നു അവിടെ ഒരാളെ കാണാൻ പറ്റും, അദ്ദേഹത്തിനടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഏകാഗിയായിട്ട് എവിടെയോ ജീവിച്ച് പോകുന്ന ആളാണെന്ന് അർത്ഥം. അള്ളാഹു തആല ഒരുപാട് പ്രപഞ്ച രഹസ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ആധാരമാക്കിയത് ഒരു ഹദീസിനെയാണ്. ചില ആൾക്കാർ അതിൻ്റെ പൊതുവായ അർത്ഥത്തെ എടുത്തിട്ട് പറഞ്ഞു ഖിദർ അലൈഹി സ്വലാം വഫാത്ത് എന്ന് പറഞ്ഞു. ചില പറഞ്ഞത് നബി തങ്ങൾ ഒരു സാധാരണ കാര്യം പറഞ്ഞതാണ്. ഖിദർ അലൈഹി സ്വലാമിനത് ബാധകമായില്ല, അദ്ദേഹത്തെ എക്സംഷൻ ആവുന്നതിന് ഒരു തടസ്സവും ഇല്ല. എന്താണെങ്കിലും ഇത് ഹദീസ് പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുള്ള കാര്യമാണ്. ഇതാരുടെയും ഈമാനെയോ അമലിനെയോ ഇന്ന് നടക്കുന്ന യുദ്ധത്തെയോ ലോകത്ത് ഒരു കാര്യത്തെയോ ബാധിക്കുന്ന കാര്യമേ അല്ല. അപ്പം ഞാൻ പറഞ്ഞ ചില സംഗതികൾ വെറുതെ ഒരു ഐഡൻറ്റിറ്റി ആക്കി മാറ്റുന്നു എന്ന് പറഞ്ഞത് മാത്രം. ശേഷം ദുൽ ഖർനൈൻ്റെ സംഭവം കാണാം. ആ സംഭവത്തിൽ ഇതേപോലെ തന്നെ ദുനിയാവിൻ്റെ പല കോണുകളിലുള്ള വിചിത്രമായ അത്ഭുതകരമായ കാര്യങ്ങൾ അല്ലാഹു തആല അതിൽ വിവരിക്കുന്നത്. അതിലൊരു ഗുണപാഠം പറയാം. എന്താണെങ്കിലും ലോകം അടക്കി ഭരിച്ചൊരു മനുഷ്യൻ സാലിഹായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഗതി. അപ്പം ദുനിയാവിൽ സൗകര്യങ്ങളും പത്രാസും ഒക്കെ ഉള്ള ഒരാൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി അതിലൂടെയും നേടാൻ പറ്റും. വലിയ സമ്പത്തിലൂടെ, വലിയ അധികാരത്തിലൂടെ അള്ളാഹുവിൻ്റെ സമീപസ്ഥനാകാൻ പറ്റും എന്നർത്ഥം. ഇദ്ദേഹം എത്ര വലിയ സാലിഹായ മനുഷ്യനാണ്, വലിയ ഭരണവും സൗകര്യമൊക്കെ ഉള്ള ആൾ, ഒരുപാട് സ്ഥലങ്ങളിൽ എത്തപ്പെട്ടു. അവിടെയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്, സാലിഹ്യങ്ങളുടെ നല്ലതുപോലെ പെരുമാറിയതൊക്കെ അല്ലാഹു തആല പറയാണ്. ഒരു നാട്ടിലെത്തിയിട്ട് അവർ പറയാണ്, യജൂജ് മഅജൂജിനെ രക്ഷ നേടാൻ ഞങ്ങൾക്കൊരു മതിൽ നിർമ്മിച്ചു തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു തരാം, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സംഖ്യ സ്വരൂപിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, അള്ളാഹു എനിക്ക് തന്ന സൗകര്യം അതെനിക്ക് മതിയായതാണ്, നിങ്ങൾ എനിക്ക് എന്നെ ജോലിയിൽ സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ അതിൻ്റെ നിർമ്മാണത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഖിത്തർ എന്ന വാക്കാണ്, ഈയമായിരിക്കാം, എന്താണെങ്കിലും ശക്തമായൊരു മതിൽ സ്ഥാപിച്ചെന്ന്. അപ്പം സാലിഹായ മനുഷ്യനാണ്, ധന്യനാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ കായികമായിട്ട് സഹായിച്ചാൽ മതി, സമ്പത്ത് അള്ളാഹു എനിക്ക് തന്നത് എനിക്ക് മതിയായതാണ്. അപ്പോൾ വലിയൊരു സാലിഹായ മനുഷ്യൻ സ്വന്തം സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തത് ഇതിൻ്റെ ഒരു ഗുണപാഠമായിട്ട് മനസ്സിലാക്കാം. പിന്നെ സൂറത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു തആല ഖിയാമത്തിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടും, നിഷേധികളുടെ മുമ്പിൽ നരകത്തെ പ്രദർശിപ്പിക്കും. ആരാണോ വിസ്മൃതിയിൽ കഴിയുന്നത് അവർ വലിയ അപകടത്തിലായിരിക്കും. ഈമാനും അമലു സാലിഹാത്തും ഉള്ളവർക്ക് സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ 3 ആയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് അല്ലാഹു തആല സൽക്കാരമായിട്ട് ജന്നാത്തുൽ ഫിർദൗസ് ഒരുക്കിയിരിക്കുന്നു. ഒരിക്കലും അവിടെ നിന്ന് അവർക്ക് മാറേണ്ടി വരികയില്ല. സമുദ്രത്തിലുള്ള മുഴുവൻ വെള്ളവും മഷിയായി ഉപയോഗിച്ചാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവസാനിക്കുകയില്ല. നബി, ആര് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നോ അവർ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ, അവർ തങ്ങളുടെ അമലുകളിൽ ആരെയും പങ്കുകാരാക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസോടെ അള്ളാഹുവിനെ മാത്രം ചെയ്തു കൊള്ളട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു അമല് ചെയ്യുമ്പം 4 ആൾ കാണണം എന്നുള്ള ആഗ്രഹമാണോ? കോടാനകോടി മലക്കുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്സത്ത് കിട്ടണം എന്നാണോ? അല്ലാഹു തആല ആഖിറത്തിൽ വലിയ ഇസ്സത്ത് തരും. അപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹുവിൽ നിന്ന് കിട്ടലാണ് ഏറ്റവും നല്ലത്, സൃഷ്ടികളിൽ നിന്ന് ആഗ്രഹിക്കുന്നതിനേക്കാളും. ശേഷം സൂറത്ത് മറിയമാണ്. സൂറത്ത് മറിയം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഖിയാമത്തിനെ കുറിച്ച്, നബിമാരുടെ ചരിത്രം, സംഭവങ്ങളൊക്കെ പറയുന്ന വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള സൂറത്താണ് സൂറത്ത് മറിയം. ഏറ്റവും ആദ്യം സക്കരിയ അലൈഹിസ്സലാമിൻ്റെ ദുആയാണ്. അപ്പോൾ ആ ദുആയിലുള്ള ഈമാൻ, അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, എൻ്റെ കാലശേഷം എൻ്റെ ജനത എന്ത് ചെയ്യുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്. അദ്ദേഹം സന്താനത്തെ ആഗ്രഹിച്ചത് തന്നെ സമൂഹത്തിൻ്റെ ദീൻ നന്നാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിനക്ക് തൃപ്തിയുള്ളൊരു മകനെ, മുൻകഴിഞ്ഞ നബിമാരുടെ മാർഗത്തെ പിൻപറ്റുന്ന നല്ലൊരു മകൻ എനിക്ക് നൽകണമെന്ന് വയോധികനായ സക്കരിയ അലൈഹിസ്സലാം ദുആരക്കാണ്. ആ ദുആന് കാരണമായത് എന്താ? മറിയം റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു തആല നൽകുന്ന സഹായങ്ങൾ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈമാൻ ട്രിഗറായത്, അദ്ദേഹത്തിൻ്റെ ഈമാനിക ചിന്ത ഒന്നും കൂടെ കത്തി വന്നത്. അങ്ങനെയാണ് അദ്ദേഹം ദുആ ചെയ്തത്. അപ്പം മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും ഈമാനുണ്ട്, പക്ഷേ ആ ഈമാൻ വരുന്നൊരു സമയത്ത് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കതുപോലെ കിട്ടാൻ തോന്നും. അപ്പോൾ അല്ലാഹു തആല സീസണിലില്ലാത്ത പഴങ്ങൾ കൊടുത്തത് കണ്ടപ്പം അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, കുഞ്ഞാവാനുള്ളൊരു കാലാവധിയൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, എല്ലൊക്കെ ബലഹീനമായി, മുടിയൊക്കെ നരച്ച് പ്രകാശിക്കാൻ തുടങ്ങി, മുടിയിൽ നിന്ന് ഇങ്ങനെ ലൈറ്റാത്താൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ വഷ്തഅല റഅസു ശൈബൻ, നരച്ചെന്ന് പറഞ്ഞാൽ തൂവെള്ളയായിട്ട് മാറി. ചെറിയ നര അവിടെ ഇവിടെ അല്ല, നരച്ച് തൂവെള്ള നിറത്തിലുള്ള നര, മുടി പ്രകാശിക്കാൻ തുടങ്ങി, എൻ്റെ എല്ലുകളൊക്കെ ബലഹീനമായി, റബ്ബേ എനിക്ക് ഇനി ഒരു കുഞ്ഞിനെ തരണം എന്ന് പറഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിന് കുഞ്ഞിനെ നൽകി. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും, നമ്മൾ കിട്ടുന്നില്ലെന്ന് കരുതുന്നതായിരിക്കാം. അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങാൻ ഒരു മടിയും വേണ്ടെന്നർത്ഥം. ശേഷം അല്ലാഹു തആല മറിയം റളിയല്ലാഹു അൻഹയുടെ സംഭവം പറയാണ്. ഒരിക്കൽ അവരിങ്ങനെ ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത് കുളിക്കാനും മറ്റാവശ്യങ്ങളൊക്കെ കേട്ട് പോയതായിരിക്കാം. പെട്ടെന്ന് മുമ്പിൽ ഒരാൾ നിൽക്കാൻ, നഊദു ബില്ലാഹ്, ആരാണ്?
ഞാൻ മലക്കാണ്, അള്ളാഹു നിങ്ങൾക്കൊരു സന്താനത്തെ തീരുമാനിച്ചിരിക്കുന്നു. എനിക്കെങ്ങനെ സന്താനം ഉണ്ടാകും? അള്ളാഹു താല സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ സക്കരിയ അലൈഹി സ്വലാമിന് അള്ളാഹു താല വാർദ്ധക്യത്തിൽ കുഞ്ഞിനെ കൊടുത്തില്ലേ? ഇതേപോലെ അള്ളാഹു താല കാര്യകാരണങ്ങൾക്ക് അതീതമായിട്ട് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും മറിയം റളിയല്ലാഹുവിനക്ക് വലിയ പ്രയാസമായി. പഠിച്ചാൽ ഞാനിപ്പം കല്യാണം കഴിക്കാത്ത ഞാൻ പോയി പ്രസവിച്ചാൽ നാട്ടുകാരെന്ത് പറയും? അള്ളാഹു ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു, ജനങ്ങൾ എന്നെ മറന്ന് ഇല്ലാതായി പോയാൽ മതിയായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചു പോയി. എന്താണെങ്കിലും പ്രസവ വേദന വന്നു, കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോൾ ആ സമയത്ത് കാണാം അള്ളാഹു തആല അവർക്ക് ഏർപ്പാട് ചെയ്ത് കൊടുത്തതിൽ ഈത്തപ്പഴം കൊടുത്തു എന്നാണ്. അപ്പം ഗർഭത്തിലും ആ പാലൂട്ടുന്ന സമയത്തൊക്കെ ഉപകാരമുള്ള ഒരു സംഗതിയായിരിക്കാം, അതുകൊണ്ടാണ് അള്ളാഹു തആല എന്ത് ചെയ്തത്? ഏത് ഭക്ഷണവും കൊടുക്കാമല്ലോ. അപ്പോൾ ഈത്തപ്പഴം തിരഞ്ഞെടുത്തതും അതിവിടെ പരാമർശിച്ചതും കാരണം ഗർഭിണികൾക്ക് അല്ലെങ്കിൽ പാലൂട്ടുന്ന സമയത്ത് പലപ്പോഴും അത് ഉപകാരപ്രദമാണ് എന്നൊരു വിവരണം അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണെങ്കിലും കുഞ്ഞുമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു, ഹാറൂൻ്റെ സഹോദരി എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങളെ ഉമ്മ നല്ല സ്ത്രീയായിരുന്നല്ലോ, ഉപ്പയും മോശമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് എന്തെങ്കിലും ഉണ്ടാവാൻ കാത്തിക്കും. ഇപ്പോൾ എത്ര ആൾക്കാരെ പറഞ്ഞത് ഹാറൂൻ്റെ സഹോദരി ആങ്ങളിനെയും ഉപ്പാനെയും ഉമ്മാനെയും എല്ലാം കൂടെ അങ്ങ് പറഞ്ഞത്. അപ്പോൾ ഒരാൾ മോശമായ വഴിക്ക് പോയാൽ, അല്ലെ ഒരു സ്ത്രീ മോശമായ വഴിക്ക് പോയാൽ ഈ പറഞ്ഞ എല്ലാവരും കൂടെ ആൾക്കാരെ പറയാം, ഉപ്പ ശരിയിലായിട്ടാണ്, ഉമ്മ ശരിയിലായിട്ടാണ്, ആങ്ങളമാർ നോക്കായിട്ടാണ്, കാരണവന്മാർ ശ്രദ്ധിക്കായിട്ടാണ്. യാ ഒറ്റ സെൻറ്റൻസിലെല്ലാം വന്നു. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂൻ്റെ പെങ്ങളെ, നിങ്ങൾ മാക്കാന അബൂക്കി ഇമ്രഅ സൗഇൻ വമാക്കാന ഉമ്മുക്കി ബഗിയ, ഉമ്മ മോശം പ്രവൃത്തി ചെയ്തിരുന്നില്ലല്ലോ, ഉപ്പയും നല്ല ആളായിരുന്നല്ലോ, എന്ത് പറ്റിപ്പോയി? അപ്പോൾ അവരൊന്ന് ഉത്തരം പറഞ്ഞു, ഈ കുഞ്ഞിനോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ ചോരക്കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്, അള്ളാഹു തആല എനിക്ക് ഇന്നി അബ്ദുല്ലാഹ് ആതാനി അൽ കിതാബ വജഅലനി നബി, അള്ളാഹു എനിക്ക് ഗ്രന്ഥം നൽകിയിരിക്കുന്നു, എന്നെ നബിയാക്കിയിരിക്കുന്നു, എന്നെ അള്ളാഹു തആല ഐശ്വര്യമുള്ള വ്യക്തിയാക്കിയിരിക്കുന്നു, എന്നോട് നമസ്കരിക്കാനും സക്കാത്തിനും കൽപ്പിച്ചിരിക്കുന്നു, ജീവിക്കുന്ന കാലത്തോളം ഉമ്മക്ക് ഗുണം ചെയ്യണമെന്ന് അള്ളാഹുവിനോട് നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പം ഇതാണ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനത്തിന് ആധാരമായ സംഭവം. ഇനി അള്ളാഹു തആല ക്രിസ്ത്യാനികൾ ഉപദേശിക്കുകയാണ്, ഇത് അള്ളാഹു തആല അത്ഭുതകരമായ രീതിയിൽ സൃഷ്ടിച്ചു, അള്ളാഹുവിൻ്റെ കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചാൽ മതി, ആ കാര്യം നടപ്പിലാകും. അപ്പം ആദം നബി അലൈഹിസ്സലാമിന് ഉപ്പയിൽ നിന്നും ഉപ്പയില്ലാതെ ഉമ്മയില്ലാതെ സൃഷ്ടിച്ച റബ്ബ് ഈസാ നബി അലൈഹിസ്സലാമിന് ഉപ്പയില്ലാതെ സൃഷ്ടിച്ചു. അതിൻ്റെ പേരിൽ ഈസാ നബി അലൈഹി സ്വലാമിനെ ആരാധിക്കുകയാണെങ്കിൽ പിന്നെ ആദം നബി നമ്മൾ ഇരട്ടി ആരാധിക്കേണ്ടി വരും എന്ന് അല്ലാഹു തആല ക്രിസ്ത്യാനികളോട് പറയുന്നുണ്ട്. ഇതാണ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം. ശേഷം ഇബ്രാഹിം നബി, മൂസ അലൈഹിസ്സലാം, ഇദ്രീസ്, ഇസ്മായിൽ ഇവരൊക്കെ പരാമർശിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപ്പയോട് ദഅവത്ത് ചെയ്ത അവസാനം ഉപ്പ പുറത്താക്കിയ സംഭവം. മൂസ നബി അലൈഹിസ്സലാമിന് അള്ളാഹു സഹോദര നബിയാക്കി കൊടുത്തത്. ഇസ്മായിൽ അലൈഹിസ്സലാം വാഗ്ദാനം പൂർത്തിയാക്കുന്ന ആളാണ്. ഇതൊക്കെ പറയുമ്പോൾ പേടിയാവാണ്. വാഗ്ദാനം പൂർത്തിയാക്കുന്ന ചെറിയ പണിയല്ല കേട്ടോ. പൈസ തരാമെന്ന് പറയുന്ന സമയത്ത് കൊടുക്കൽ, ഒരു കാര്യം കമ്മിറ്റ് ചെയ്താലത് സമയത്ത് പൂർത്തിയാക്കൽ, ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്താലത് സമയത്ത് തീർക്കൽ വലിയ പ്രയാസമുള്ള കാരണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ വീഴ്ചകളും മാപ്പാക്കി തരട്ടെ. സാദിഖൽ വഅദ്, ഇസ്മായിൽ അലൈഹിസ്സലാം വാഗ്ദാനം പൂർത്തിയാക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ തഫ്സീറിൽ പല സംഭവങ്ങളും കാണാം. ആരോടെങ്കിലും കാണാമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം മറന്നുപോയപ്പോൾ അദ്ദേഹം അവിടെ തന്നെ നിൽക്കും എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ രീതിയിൽ, വലിയ പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ പോലും വാക്കുകൾ പാലിക്കാൻ വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്നു എന്നതിൻ്റെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ശേഷം അല്ലാഹു തആല പറഞ്ഞു, ഇതാണ് ഉന്നതരായ നബിമാർ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ടാൽ അവർ സുജൂദിൽ വീണ് കരയുന്നവരാണ്. അപ്പം നമ്മളതിനോട് സാദൃശ്യമാകാൻ വേണ്ടി മനഃപൂർവ്വം കരച്ചിൽ വന്നില്ലെങ്കിൽ കരച്ചിൽ ഉണ്ടാക്കണം. ഉറപ്പായിട്ട് കരച്ചിൽ വരും. സുജൂദിലായിട്ട് കരയുന്ന ശീലം ഉണ്ടാകണം. ഇവിടെ പറഞ്ഞു, സൂറത്ത് ബനി ഇസ്രായേലിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്ത് ദുആ ചെയ്യുന്ന ശീലം നമുക്കുണ്ടാകണം. ശേഷം ചില മോശമായ പിന്മുറക്കാരുണ്ടായി. അവർ നമസ്കാരം പാഴാക്കുകയും ദേഹേച്ഛകളെ പിൻപറ്റുകയും ചെയ്തു. അപ്പോൾ ദേഹേച്ഛകളുടെ പുറകിൽ പോകുന്നതിൻ്റെ ഒരു ആരംഭമാണ് നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാതിരിക്കുക എന്നുള്ളത്. നമസ്കാരത്തിൽ വേണ്ടത്ര ഓഹരി നല്ല ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് വികാരങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ നമസ്കാരം തടഞ്ഞു നിർത്തും. ശേഷം ഖിയാമത്തിനെ പറ്റിയുള്ള വല്ലാത്തൊരു വിവരണമാണ്. മനുഷ്യൻ ചോദിക്കുകയാണ്, ഖിയാമത്ത് ഉണ്ടാകുമോ, രണ്ടാമത് എഴുന്നേൽപ്പിക്കുമോ? അള്ളാഹു പറയണ എല്ലാത്തിൻ്റെയും നരകത്തിൻ്റെ ചുറ്റും മുട്ടുകുത്തിയവരായിട്ട് കൊണ്ടുപോയി അവിടെ ഇരുത്തും. നരകത്തിൻ്റെ മുമ്പിൽ എല്ലാവരെയും മുട്ടുകുത്തിയവരായി കൊണ്ടുപോയിരുത്തും. എന്നിട്ട് തഖ്വ ഉള്ളവരെ മാത്രം പിടിച്ചു മാറ്റും. നിങ്ങളെല്ലാവരും നരകത്തിൻ്റെ മുകളിൽ ഒരു റൗണ്ട് നടക്കും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സിറാത്ത് പാലത്തിലൂടെ കടക്കാതെ ആർക്കും സ്വർഗത്തിൽ പോകാൻ കഴിയില്ലെന്നർത്ഥം. അപ്പോൾ മുന്തിയ വാഹനമൊക്കെ ആഗ്രഹിക്കുന്നവർ സിറാത്ത് ആഗ്രഹിക്കേണ്ടത് സിറാത്ത് പാലം വിട്ട് കിടക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും മുന്തിയ വാഹനം വേണ്ടത്. ഒരു മിന്നൽ വേഗത്തിൽ കടക്കുന്നവരുണ്ട്, കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ കടക്കുന്നവരുണ്ട്, വാഹനപ്പുറത്ത് കയറിപ്പോകുന്ന വേഗത്തിൽ പോകുന്നവരുണ്ട്, കാറ്റിൻ്റെ വേഗത്തിൽ പോകുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്.
നടന്നു പോയി തടഞ്ഞ് വീണ് നരകത്തിൽ വീണൂന്ന് കരുതുന്നിടത്ത് എവിടെയോ കൊളുത്തിപ്പിടിച്ച് രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന പേടി എന്തായിരിക്കും? മിന്നൽ വേഗത്തിൽ പോകുന്നവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. നാളെ എഴുന്നേൽപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, എഴുന്നേൽപ്പിക്കുമെന്ന് മാത്രമല്ല, നരകത്തിൻ്റെ മുമ്പിൽ എല്ലാത്തിനെയും മുട്ടുകുത്തി അവിടെ ഇരുത്തുകയും ചെയ്യും. എന്നിട്ട് തഖ്വയുള്ള ആളുകൾ അള്ളാഹു തആല പിടിച്ചു. അപ്പോൾ തഖ്വ തെളിയിക്കണം. അള്ളാഹുവിന് വേണ്ടി നമ്മൾ പാപങ്ങൾ വർജിക്കുന്നുണ്ട്, ആൾക്കാർ കാണുന്നതുകൊണ്ടല്ല എന്ന് അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ തെളിയിക്കേണ്ടതുണ്ട്. ഭയങ്കരമായ വിവരണം ഖിയാമത്തിനെ കുറിച്ചുള്ള. നിങ്ങളെല്ലാവരും ഒറ്റക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളവരാണ്. ശക്തിയായ ഭാഷയിലുള്ള വിവരണമാണ് സൂറത്ത് മറിയമിൻ്റെ അവസാനത്തിലുള്ളത്. സൂറത്ത് താഹിൽ അള്ളാഹുവിൽ ഏറ്റവും ആദ്യം മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചതും ഫിർഔൻ്റെ അടുത്തേക്ക് അയച്ചതും പറയാണ്. അപ്പോൾ അതിൽ ദിക്റിൻ്റെ ശക്തി, കൈ നുസബ്ബിഹക കസീറൻ വനദ്കുറക കസീറ, അള്ളാഹു നിന്നെ ധാരാളമായിട്ട് ഓർക്കാൻ. അപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു കൂട്ടത്തിൽ നബിയാക്കി നിയോഗിച്ചു. ഫിർഔൻ്റെ അടുത്തേക്ക് ദഅവത്തിൻ്റെ പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞു, മയമായിട്ട് സംസാരിക്കണം. അള്ളാഹുവിൽ നമുക്ക് തൗഫീഖ് തരട്ടെ. ഫിർഔൻ്റെ അടുത്ത് മയമായിട്ട് സംസാരിക്കണമെങ്കിൽ ഇന്നുള്ള നമ്മളുടെ അടുത്തുള്ള ഹദീസ് നിഷേധികൾ അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് നമ്മൾ എത്ര മയമാക്കേണ്ടി വരും? അള്ളാഹുവിൽ ആ അദബ് പാലിക്കാൻ തൗഫീഖ് തരട്ടെ. പിന്നെ പറഞ്ഞു, എൻ്റെ ദിക്റിൽ നിങ്ങൾ ഒരു കുറവും വരുത്തരുത്. അപ്പോൾ ദഅവത്തിൻ്റെ ശക്തി ദിക്റാണ്. വലാ തനിയ ഫി ദിക്രി, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ദിക്റിൽ ഒരു കുറവും വരുത്തരുത്. ദിക്ർ ഉണ്ടെങ്കിലാണ് നമ്മുടെ അമലുകൾക്കും നമ്മുടെ വാക്കുകൾക്കും ശക്തി ഉണ്ടാവുക. ശേഷം ഫിർഔൻ ചോദിച്ചത്, എപ്പോഴും പ്രബോധകരെന്ത് ചെയ്യണം? വിഷയം ഗുണകരമായ രീതിയിലേക്ക് കൊണ്ടുപോകണം. ഫിർഔൻ ഇരുതല മൂർച്ചയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇവരെപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കും, നമ്മൾ വിവാദങ്ങളിൽ കൊണ്ടുപോയി അകപ്പെടുത്തും. അവരുണ്ടാക്കുന്ന വിവാദത്തിൽ നമ്മൾ പോയി അകപ്പെടുകയല്ല ചെയ്യേണ്ടത്, നമ്മളതിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഒരു വഖഫൊക്കെ പിടിച്ചെടുക്കാൻ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വഖഫിൻ്റെ കണക്കെടുക്കണം. എന്നിട്ട് ഏതൊക്കെ വഖഫ് വെറുതെ കിടക്കുന്നുണ്ട് നോക്കിയിട്ട് വഖഫിനെ ഒന്നും കൂടി ഉഷാറാക്കണം, കുറച്ചും കൂടെ പുതിയ വഖഫൊക്കെ ഉണ്ടാക്കണം. അതേപോലെ തന്നെ എന്താണോ വിഷയം ഇടുന്നത് അതിലേറ്റവും ഗുണമുള്ള സൈഡ് തന്നെ നമ്മൾ അതിലേക്ക് പോകണം. ഫിറൗൻ ചോദിക്കുകയാണ്, എല്ലാ മുൻഗാമികളൊക്കെ എവിടെയാണ്? ഫിറൗൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? സ്വർഗത്തിലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ മാർഗ്ഗത്തിലാന്ന് പറയും, നരകത്തിലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പൂർവികരെ തള്ളിപ്പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തെ നേതാക്കളെ തള്ളിപ്പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ഇരുതെല്ലാം മൂർച്ചയുള്ള ചോദ്യമാണ്, മുൻഗാമികൾ എവിടെയാണ്? മൂസാ നബി അതിന് ഉത്തരം പറഞ്ഞു കുടുങ്ങാൻ പോലും. മൂസാ നബി പറഞ്ഞു, ആ മുൻഗാമികളെ പറ്റിയൊക്കെ എൻ്റെ റബ്ബിനറിയാം, റബ്ബ് മറക്കുമോ? റബ്ബ് ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവരല്ല. എന്നിട്ട് ചോദ്യം ഇത് ചോദിച്ചെന്താണ്? ഉത്തരം പറഞ്ഞെന്താണ്? ചോദിച്ചത് മുൻഗാമികൾ എവിടെ നിന്നാണ്? മൂസാ നബി പറഞ്ഞത് അള്ളാഹിനെ പറ്റിയാണ്. ഇൽമുഹാ ഇൻദ റബ്ബി ഫി കിതാബ്, മുൻഗാമികളെ പറ്റിയുള്ള അറിവ് എൻ്റെ റബ്ബിനുണ്ട്. എൻ്റെ റബ്ബിനൊന്നും മറന്നുപോയില്ല, തെറ്റിപ്പോയില്ല. അവനാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, എന്നെ തൊട്ടിലാക്കിയത്, ഇവിടെ വഴികളൊക്കെ ഉണ്ടാക്കിയത്, ആകാശത്ത് മഴ ഇറക്കിയത്, ഈ കാണുന്ന ചെടികളൊക്കെ മുളപ്പിച്ചത്. ഒരൊറ്റ പറിച്ച് ഫിറൗൻ ചോദിച്ചെന്താണ്? മൂസാ നബി പറഞ്ഞത് എന്താണ്? അപ്പോൾ വിവാദങ്ങൾ ഇവരുണ്ടാക്കും, നമ്മൾ വിവാദങ്ങളിലേക്ക് പോരുത്. അതിൻ്റെ ഏറ്റവും നല്ല ഭാഗം ഏതാണോ അതിലേക്ക് നേരെ കൊണ്ടുവന്ന് ഇട്ടേക്കണം. ഇത് തുടങ്ങിയല്ലോ എന്നായി പോകണം. ഒറ്റയടിക്ക് നേരെ അദ്ദേഹം അള്ളാഹുലേക്ക് വിഷയത്തെ തിരിച്ചു വിട്ടു. ശേഷം സാഹചര്യങ്ങളുടെ സംഭവം നേരത്തെ പറഞ്ഞിരുന്നു സൂറത്തുൽ ആറാഫിൽ. ഫിറൗൻ കൊണ്ടുവന്ന മാരണക്കാർ അവർ നിഷേധികളായിരുന്നു. രാവിലെ അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചെന്ന് മാത്രമല്ല, ഫിറൗൻ കൈകാലുകൾ വെട്ടി കുരിശിൽ തറക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള വിധിച്ചോളൂ, നിൻ്റെ വിധി ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്ത ദുന്യ, നിൻ്റെ വിധി ഈ ഭൂമിയിലേക്കുള്ളതാണെന്ന് പറഞ്ഞ് ഷഹീദാകാൻ തയ്യാറായ ആ ഉയർന്ന സംഭവം അല്ലാഹു തആല വിവരിക്കുകയാണ്. വീണ്ടും സൂറത്ത് താഹയുടെ അവസാനത്തിൽ ഖിയാമത്തിനെ കുറിച്ചുള്ള വിവരണമാണ്. നാളെ ഒരു കാലി മൈതാനത്ത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടും എന്ന്. അവിടെ എത്രത്തോളം ശാന്തമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു സൂചി അനങ്ങനെ ശബ്ദം പോലും കേൾക്കാൻ പറ്റും. എല്ലാവരും പേടിച്ചിരിക്കും. ഒരാൾ പോലും സംസാരിക്കുകയില്ല, ആർക്കും സംസാരിക്കാൻ അനുവാദമുണ്ടാവുകയില്ല. അള്ളാഹുവിൽ അനുമതി കിട്ടിയവർ മാത്രം സംസാരിക്കും, അവർ മാത്രം ശുപാർശ ചെയ്യും. എല്ലാ മുഖങ്ങളും അള്ളാഹുവിന് മുമ്പിൽ അന്ന് കുനിഞ്ഞു നിൽക്കും. അക്രമം ചെയ്തവരിന്ന് പരാജയപ്പെട്ടിരിക്കുന്നു. നല്ല അമലുകൾ ചെയ്തവർ, അവർക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. ആ ദിവസം വരാനുണ്ടെന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു തആല ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് തരട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.